ഇരിക്കും. കൺഫോർമേഷൻ, കൺഫർമേഷൻ അല്ല, കൺഫോർമേഷൻ, കൺഫോർമേഷൻ, കൺഫോർമേഷൻ ഓഫ് ആൽക്കെയിൻ, ആൽക്കെയിൻ, കൺഫോർമേഷൻ ഓഫ് ആൽക്കെയിൻ. അപ്പം അതിനകത്ത് ആദ്യം സബ്ഹെഡിങ് ആയിട്ട് എഴുതുക കൺഫോർമേഷൻ ഓഫ്, കൺഫോർമേഷൻ ഓഫ് ഓഫ് ഈതെയിൻ ആണ് പറയാൻ പോകുന്നത്. ഈതെയിൻ, ഈതെയിൻ. അപ്പൊ എന്താണ് കൺഫോർമേഷൻ എന്ന് അറിയാമോ? കൺഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ അതിന്റെ ബോണ്ടിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് കൺഫോർമേഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് വരച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ, ഫിനോമിനോൺ, ഇറ്റ് ഈസ് എ phenomenon in which it is a phenomenon in which it is a phenomenon in which different structures are obtained due to free rotation about carbon sigma bond, carbon sigma bond. ഒരു സ്റ്റാർ ഇട്ടിട്ടാണ് അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എഴുതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഇത് എഴുതിക്കോ. The different structures are called conformers or rotamers or rotational isomers or rotational isomers. ഓക്കെ ആണല്ലോ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈഥൈന്റെ മോളിക്യൂൾ എങ്ങനെയായിരിക്കുന്നത്? ഈഥൈന്റെ മോളിക്യൂൾ നിങ്ങൾ എങ്ങനെയാ വരയ്ക്കുന്നത്? CH3 ഇങ്ങനെ. ഇത് ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ. ശരിക്കും ഇങ്ങനെയല്ല ഇരിക്കുന്നത് മോളിക്യൂൾ 3 ഡയമെൻഷണൽ ആയിട്ടായിരിക്കുന്നത്. 3 ഡയമെൻഷനിൽ ഇരിക്കുമ്പോൾ നോക്കിയോ, തന്നെ ഇങ്ങനെ ഇരിക്കും. അതായത് സി ഇങ്ങനെയും ഇവിടെ ഒരു സി ഇങ്ങനെയായിരിക്കും. ശരിക്കും 3 ഡയമെൻഷനിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലയോ? ശരിയല്ലേ? ഈ സിഗ്മ ബോണ്ടിനെ വെച്ചിട്ട് നിന്ന് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കിയോ, വേണ്ട ഇതിങ്ങനെ വരും. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും നോക്കിയോ? ഫ്രണ്ടിലുള്ള കാർബൺ ഇതേപോലെ തന്നെ നിർത്താം നമുക്ക്. ബാക്കിലുള്ളത് നേരെ തിരി. ഇപ്പം ബാക്കിലുള്ളത് ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലായിരുന്നോ? ബാക്കിലുള്ള കാർബൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, 2 ഹൈഡ്രജൻ താഴെയുള്ളത് മുകളിലായിട്ട് ഒരു ഹൈഡ്രജൻ താഴെ ഉണ്ടാവും. അത് എന്ത് സംഭവിച്ചേ? ഇങ്ങനെയായിരുന്നു ഇരുന്നത് അല്ലെ? ഇങ്ങനെയായിരുന്നു ഇരുന്നത്, ശരിയല്ലേ? ബോണ്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെയായിട്ട് മാറി. കണ്ടോ, പുറകിലത്തെ ബോണ്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്തു. നിങ്ങൾ ഓൺലൈൻ ഇരിക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയോളൂ. അതായത് ഒരു മൂന്ന് ബോണ്ട് ഒരു ഓക്കെ നോക്കിയോളൂ. ഇത് നമ്മുടെ CH3യുടെ സി ഇതിന്റെ നടുക്കാണ്. സി വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇത് ഫ്രണ്ടിലത്തെ കാർബണിന്റെ 3 ബോണ്ടുകളും അതേപോലെ തന്നെ വേണ്ട ഇത് പുറകിലത്തെയുമാണെന്ന് വിചാരിക്കുക. ഇത് പുറകിലത്തെയാണെന്ന് വിചാരിക്കുക. 3 ഇത് പുറകിലത്തെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ നോക്കിയോ, ഇതിങ്ങനെ ആയിരിക്കുന്നത് നോക്കിയോ. ഇത് ശ്രദ്ധിച്ചോണം. ഇത് ഫ്രണ്ടിലത്തെ കാർബണിന്റെ 3 ഹൈഡ്രജൻ ആറ്റം, ഇത് പുറകിലത്തെ കാർബണിന്റെ 3 ഹൈഡ്രജൻ ആറ്റം ആണ്. കണ്ടോ? എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തിരിക്കുക. അപ്പം
ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ബോണ്ട് സിഗ്മ ബോണ്ട് എന്ന് പറയും. ആ സിഗ്മ ബോണ്ടിന് റൊട്ടേഷൻ സംഭവിച്ചിട്ട് ഇത് നേരെ എന്ത് ചെയ്യും? കണ്ടോ, ഇങ്ങനെ ഇരുന്ന സാധനം അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിയും. ഇങ്ങനെ തിരിയുമ്പോൾ നോക്കിയേ, നേരത്തെ ഈ ഹൈഡ്രജനുമായിട്ട് ഈ ഹൈഡ്രജൻ കോയിൻസൈഡ് ചെയ്തായിരുന്നു, ഒരേപോലെ ആയിരുന്നു. ഈ ഹൈഡ്രജനുമായിട്ട് ഈ ഹൈഡ്രജൻ കോയിൻസൈഡ് ചെയ്തായിരുന്നത്, ഈ ഹൈഡ്രജനുമായിട്ട് ഈ ഹൈഡ്രജൻ കോയിൻസൈഡ് ചെയ്തായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? റൊട്ടേഷൻ സംഭവിച്ചുകൊണ്ട് ഇതെന്തായിട്ട് മാറി? കണ്ടോ, ഇത് ഇങ്ങനെ ആയിട്ട് മാറി. കണ്ടോ, അതായത് ഇങ്ങനെ ഇരുന്ന സാധനം ഇതാണ്ട് റൊട്ടേഷൻ ചെയ്തിട്ട് തന്നെ ഇങ്ങനെയായി മാറിയപ്പോൾ നോക്കി ഇത്. അപ്പം ഈ രണ്ട് ഇതിനെയാണ്, അതായത് ഇതൊരു സ്ട്രക്ചറാണ്. ഇതിനെ ഒരു കൺഫോമർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റൊട്ടാമർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റൊട്ടേഷൻ ഐസോമർ എന്ന് വിളിക്കും. ഇതിങ്ങനെ തിരിഞ്ഞു വരുന്ന ഈ ആളിനെ എന്തെന്ന് വിളിക്കും? അതിനെയും കൺഫോർമേഴ്സ് എന്നോ റൊട്ടാമേഴ്സ് എന്നോ അല്ലെങ്കിൽ റൊട്ടേഷൻ ഐസോമർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ രണ്ട് കോൺഫിഗറേഷനും രണ്ട് പേരുണ്ട്, പേരിൽ അറിയപ്പെടുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് സോഹേഴ്സ് പ്രൊജക്ഷനും ഒന്ന് ന്യൂമാൻസ് പ്രൊജക്ഷനും എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഷുവറാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ഈ കൺഫോർമേഷൻ ഓഫ് ഇത് എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ, അതായത് ന്യൂമാനും സോഹേഴ്സും ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒരു സ്കൂളിലും അങ്ങനെ അത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല. ഷുവർ അത് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ ആയിരുന്നു, അതായത് ഇത് ഫ്രണ്ടിലത്തെ കാർബണിന്റെ 3 ഹൈഡ്രജൻ ആറ്റം കാർബൺ, ഇത് പുറകിലത്തെ കാർബൺ ആറ്റം 3 ഹൈഡ്രജൻ ആറ്റം. ഈ രണ്ട് കാർബൺ ആറ്റം നടുക്ക് ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ, അതായത് ഇപ്പം ഇത് രണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഹൈഡ്രജനുമായിട്ട് ഈ ബാക്കിലത്തെ ഹൈഡ്രജൻ കറക്റ്റ് നേരെ നേരെയാണ് ഇരിക്കുന്നത്. ഇവന് നേരെ നേരെ ഇരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ട്രക്ചർ മാത്രമല്ല, ഈ സിംഗിൾ ബോണ്ട്, അതായത് ഈ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. ഇത് നേരെ കണ്ട റൊട്ടേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സും പോസിബിൾ ആണ്, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സും പോസിബിൾ ആണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതായത് ഇതിപ്പോ വരയ്ക്കേണ്ട, അതിന്റെ പ്രൊജക്ഷൻ ഞാൻ വരച്ച് കാണിക്കാം, വരച്ചാൽ മതി. ഓക്കെ, ഇത്രയും നിങ്ങൾ എഴുതിയല്ലോ. ഇനി സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ. സ്റ്റാഗേർഡ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലാണ് അത് പഠിക്കാനുള്ളത്. സ്റ്റാഗേർഡ് കൺഫോർമേഷൻ, സ്റ്റാഗേർഡ് കൺഫോർമേഷൻ. ഹൈഫൻ ഇടുക, എന്നിട്ട് എഴുതുക ദ ഹൈഡ്രജൻ ആറ്റം of two carbon atom are staggered with respect to one another. As a result they are maximum distance apart. They are maximum distance apart. And minimum repulsion between them. അതായത് സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈഡ്രജനും ഫ്രണ്ടിലത്തെ കാർബണിന്റെ ഒരു ഹൈഡ്രജനും ബാക്കിലത്തെ കാർബണിന്റെ ഒരു ഹൈഡ്രജനും പുറകെ വരുവാണ് എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ തൊട്ടടുത്തായിരിക്കുന്നത്. എന്നാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? പുറകിലത്തെ കാർബണിന്റെ മുകളിലോട്ടുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് അത് മുകളിലോട്ടും ഇപ്പുറത്തെ ആ ഹൈഡ്രജൻ താഴോട്ടും ആയിരിക്കുന്നത്. അപ്പൊ അവർ തമ്മിൽ അടുത്തടുത്ത് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ റിപ്പൾഷൻ ഒന്നും ഉണ്ടാകില്ല. അപ്പൊ സ്റ്റേബിൾ ആയിരിക്കും മോളിക്യൂൾ. ഈ സ്റ്റാഗേർഡ് കൺഫോർമേഷനകത്ത് മോളിക്യൂൾസ് നല്ലതായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. അടുത്ത എക്ലിപ്സ്ഡ് ആണ്. എക്ലിപ്സ്ഡിനകത്താണ് എന്തിരിക്കുന്നത്? ഒന്നിന് പുറകെ ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഇവരുടെ ഇലക്ട്രോൺ, അതായത് ഒരു ഹൈഡ്രജൻ ഇലക്ട്രോൺ ക്ലൗഡും മറ്റേ പുറകിലത്തെ കാർബണിന്റെ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിൽ എന്ത് ചെയ്യും? അടുത്തടുത്ത് വരുന്നതുകൊണ്ട് അത് തമ്മിൽ നല്ല റിപ്പൾഷൻ ആയിരിക്കും. അപ്പൊ ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി അത് അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ഒരു സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം, എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ. eclipsed conformation. The hydrogen of one carbon atom are directly behind those of other. Behind
of other. Consequently, the repulsion, consequently, the repulsion in the atom, atom is maximum. ഇനി ഇവരുടെ ഇപ്പം എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഒന്നിന് പുറകെ ഒന്ന്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നേരെ തിരിച്ച്, അതായത് അത് കംപ്ലീറ്റ്ലി ഒന്ന് മുകളിലും ഫ്രണ്ടിലത്തെ ഒന്ന് മുകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മുകളിലാണെങ്കിൽ പുറകിലത്തെ ആ ഹൈഡ്രജൻ ആറ്റം താഴെയായിരിക്കും, അല്ലേ? എന്നാൽ ഇവരുടെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു കൺഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം അവരുടെ ഇടയ്ക്കുള്ള ഒരു കൺഫോർമേഷൻ ഏതായിരിക്കും? നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയോ, ഇതിപ്പം ഫ്രണ്ടിലുള്ള മൂന്ന് കാർബണിന്റെ 3 ഹൈഡ്രജൻ, ബാക്കിയുള്ളതൊന്ന് വന്നേടാം, ബാക്കിയുള്ള ഒരു കുഴപ്പമില്ല. അപ്പൊ നോക്കിയോ, അപ്പം ഇങ്ങനെ ഈ കൺഫോർമേഷനെ എന്തെന്ന് വിളിക്കും? നോക്കിയോ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ കൺഫോർമേഷൻ, അതായത് ഒന്നിന് പുറകെ ഒന്ന്, കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ പുറകിൽ തന്നെയാണ് ഇത്, ഇതിന്റെ പുറകിൽ തന്നെയാണ് ഇത്, ഇതിന്റെ പുറകിൽ തന്നെയാണ് ഇത്. ഇതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ അപ്പൊ നോക്കിയോ, ഇതെല്ലാം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇവനും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും, ഇവനും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും, ഇവനും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പം അവര് സ്റ്റേബിൾ മോളിക്യൂൾ അല്ല, റിപ്പൾഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ. എക്ലിപ്സ്ഡ് അപ്പം സ്റ്റേബിൾ അല്ല. എന്നാൽ ഇങ്ങനെ വന്നാലോ, കണ്ടോ, ഇപ്പം താഴെ ഉണ്ടായിരുന്ന 2 എണ്ണം ഇങ്ങനെ മുകളിലോട്ട് വന്നു, ഒരെണ്ണം താഴെ വന്നു, കണ്ടോ, പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ തൊട്ട് പുറകെ വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസിന് റിപ്പൾഷൻ അനുഭവപ്പെടുന്ന കുറയും. അപ്പൊ നല്ല സ്റ്റേബിൾ ആയി, മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലായി. ഓക്കെ, ഇനി ഈ കൺഫോർമേഷന്റെയും ഇടയിലുള്ള വേറെ ഏതെങ്കിലും ഒരു കൺഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ തൽക്കാലം തന്നെ ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇങ്ങനെ, അതായത് ഇപ്പം ഈ കൺഫോർമേഷൻ ആണ് നമ്മുടെ സ്റ്റാഗേർഡ്, ഈ കൺഫോർമേഷൻ ആണ് എക്ലിപ്സ്ഡ്. ഇതിനിടയിലുള്ള ഏത് കൺഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് ഒരു ചെറിയ ആംഗിൾ ഉണ്ടാവും. ഞാൻ വരച്ചുകൂടെ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു കൺഫോർമേഷൻ ഇല്ലേ? ഇതുമല്ല, പകരം എന്താണ് ഇതിനിടയ്ക്കുള്ളതാണ്. അതിനെ നമ്മൾ ക്യൂ കൺഫർമേഷൻ എന്നാണ് പറയുന്നത്, ക്യൂ. അപ്പം അതും കൂടെ എഴുതാം, എന്നിട്ട് ഞാൻ വരച്ചുകൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതാം, എനി കൺഫോർമേഷൻ ബിറ്റ്വീൻ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ is called Q conformation. അത് ഞാൻ വരച്ചുകൂടെ കാണിക്കാമേ, അങ്ങോട്ടേക്ക്. അതിന്റെ പ്രൊജക്ഷൻ, 2 ടൈപ്പ് പ്രൊജക്ഷൻ ഉണ്ട്, സോഴ്സും ന്യൂമാനും. അത് വരുമ്പോഴത്തേക്ക് അത് വരച്ച് കാണിക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റിനോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണെന്നറിയാമോ? ഇതിനകത്ത് സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, അതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ എഴുതുക. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺഫോർമേഷൻ, റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺഫോർമേഷൻ, relative stability of conformation. Relative stability of conformation നകത്ത് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം എഴുതുക. The repulsive interaction between the electron cloud is called torsional strain. അതായത് ഇവർ തമ്മിലുള്ള ആ റിപ്പൾഷനെ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് പറയുക. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? എക്ലിപ്സ്ഡിനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എക്ലിപ്സ്ഡിലാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഫ്രണ്ടിലത്തെ കാർബൺ ഹൈഡ്രജൻ ആറ്റവും ബാക്കിലത്തെ കാർബൺ ഹൈഡ്രജൻ ആറ്റവും ഒരേപോലെ തന്നെ പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ റിപ്പൾഷൻ അനുഭവപ്പെടുക, അവർക്കായിരിക്കും കൂടുതൽ ടോർഷണൽ സ്ട്രെയിൻ അനുഭവപ്പെടുക. സ്റ്റാഗേർഡിനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റാഗേർഡിന് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല ഹൈഡ്രജൻ വരുന്നത്, പകരം പൊസിഷൻ ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റിപ്പൾഷൻ കുറവായിരിക്കും അനുഭവപ്പെടുന്നത്, ടോർഷണൽ സ്ട്രെയിൻ കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ സ്റ്റെബിലിറ്റി മറ്റേതിനെക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എങ്ങനെ എഴുതാം, അടുത്ത ഡോട്ടിട്ട് സ്റ്റാഗേർഡ് form has least torsional strain and maximum stability. അടുത്ത ഡോട്ട് the eclipsed form has maximum torsional strain and minimum stability. Clear? ഓക്കെ, ഇനി ഞാനത് വരച്ച് കാണിക്കാൻ പോവാം. ഈ വരച്ച് കാണിക്കുന്ന ഫിഗറിനെ രണ്ട് രീതിയിൽ നമുക്ക് വരച്ച് കാണിക്കേണ്ടി വരും. ഒന്ന് സോഹോഴ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഡ്രോയിങ് രീതിയും, അതേപോലെ തന്നെ എന്താണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന വേറൊരു വരയ്ക്കുന്ന രീതി. സോഹോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നോക്കുന്ന പടം എങ്ങനെയാണോ വരയ്ക്കുന്നത് അതാണ്. ന്യൂമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ ആ പടം എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്യൂബിനെ നിങ്ങൾ സൈഡിൽ നോക്കുവാണെങ്കിൽ ആ ക്യൂബ് എങ്ങനെ ഇരിക്കും? ഇങ്ങനല്ലേ ഇരിക്കുക. എന്നാൽ ആ ക്യൂബിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ ക്യൂബ് എങ്ങനെ ഇരിക്കും? അതിന്റെ ബാക്കിലോട്ടുള്ള സാധനം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ പാരലാക്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നേ കാണാൻ പറ്റത്തുള്ളൂ. സൈഡ് വ്യൂ ഇത് 3D വ്യൂ ആണ്, ഇത് 2D വ്യൂ. മനസ്സിലായോ? അപ്പൊ നേരെ നോക്കുവാണെങ്കിൽ ഇത് കൃത്യം പാരലായിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. മനസ്സിലായോ? ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ പുറകിലോട്ട് അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പം ഇതാണ് നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷൻ. അതായത് 3D രീതി നോക്കുമ്പോൾ ഉള്ള രീതിയിൽ വരയ്ക്കുന്നതിനാണ് സോഹോഴ്സ് എന്നും, നേരെ നോക്കുമ്പോൾ വരയ്ക്കുന്ന രീതിയാണ് നമ്മുടെ ന്യൂമാൻ എന്നും പറയുന്നത്. അത് നമ്മൾ പടം വരയ്ക്കണം. ഏതാ നമ്മളിപ്പം വരച്ച സ്ട്രക്ചർ വരയ്ക്കണം. നോക്കിയോ, അത് ഞാൻ വരച്ച് കാണിക്കാം. അപ്പൊ ആദ്യം ഹെഡിങ് എഴുതിക്കോ, സോഹോഴ്സ് പ്രൊജക്ഷൻ. ഇത് ചോദിക്കുവേ, ഈ പടം വരയ്ക്കാൻ ചോദിക്കും 100%. സോഹോഴ്സ് പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈഡ് വ്യൂ, അതായത് കാർബൺ ബോണ്ടഡ് വിത്ത് കാർബൺ. കണ്ടോ, ഇതല്ലേ സൈഡ് വ്യൂ? ശരിയല്ലേ? സൈഡ് വ്യൂ നോക്കിയോ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ മുകളിൽ, അതേപോലെ ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. നോക്കിയേ, ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് വരുന്നത്. ഒന്നിനു പുറകെ ഒന്ന് വരുന്നതിന് എന്തെന്നാ പറയാ? എക്ലിപ്സ്ഡ് എന്നാ പറയുന്നത്. ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനിയും സൈഡ് വ്യൂവിൽ നോക്കിയോ, ഇത് കാർബൺ, ഇത് കാർബൺ, 1 2 3 ഈഥെയ്ന്റെ 3 ഹൈഡ്രജൻ ഇവിടെയും. ഇനിയും ഒന്നിനു പുറകെ ഒന്നല്ല, ഈ ഇവിടത്തെ ഒന്ന് തിരിഞ്ഞു ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻ ഒരെണ്ണം താഴെ വരികയും മറ്റേ 2 ഹൈഡ്രജൻ കണ്ടെങ്കിൽ മുകളിലോട്ടാവുകയും ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ്. കണ്ടോ, ഇത് സൈഡ് വ്യൂ ആയി എക്ലിപ്സ്ഡ് മറിച്ച് സ്റ്റാഗേർഡ്. സൈഡ് വ്യൂ, സൈഡിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ? ആ ഫ്രണ്ടിലുള്ള കാർബൺ ആറ്റത്തെ 3 ഹൈഡ്രജനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ പുറകിലുള്ള ആൾക്കാരെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. അതിനൊരു രീതിയുണ്ട്, അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നോക്കിക്കോ, അത് ന്യൂമാൻസ് പ്രൊജക്ഷൻ ആണ്. നോക്കിക്കോളൂ, ന്യൂമാൻസ് പ്രൊജക്ഷൻ ആണ്. നോക്കിക്കോളൂ, ന്യൂമാൻ വരയ്ക്കുമ്പോൾ ഇതങ്ങ് വരച്ചു.
മനസ്സിലാകാത്തവര് ചോദിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വരച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ന്യൂമാൻസ് പ്രൊജക്ഷൻ ആണ് വരയ്ക്കാൻ പോകുന്നത്. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ. ന്യൂമാൻസ് പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ. നോക്കിക്കോളൂ, ന്യൂമാൻസ് പ്രൊജക്ഷൻ, ന്യൂമാൻസ് പ്രൊജക്ഷൻ ഓഫ് ഈഥെയ്ൻ. ഇത് ഫ്രണ്ട് വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആലോചിച്ചോണം, ഫ്രണ്ടിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്മൾ എന്ത് വെച്ചാൽ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഫ്രണ്ടിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്മളൊരു ഡോട്ട് വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് നോക്കിക്കോളൂ, ഫ്രണ്ടിലുള്ള കാർബൺ ആറ്റം ഒരു ഡോട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിലുള്ള 3 ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? കണ്ടോ, ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ. ഇതല്ലേ ഫ്രണ്ട് വ്യൂ വരുമ്പോ? ആണോ? ഇത് എച്ച്, ഇത് എച്ച്, ഇത് എച്ച്. ഓക്കെ, ഇത് കാർബൺ ആറ്റം. ബാക്കിലുള്ളതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ബാക്കിലുള്ളതിനെ നമ്മൾ പുറകിൽ ഇങ്ങനെ ഒരു വട്ടം ഇടും. ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് ഇതാണ് ബാക്കിലുള്ള ഹൈഡ്രജൻ അല്ല കാർബൺ ആറ്റം. എന്നിട്ട് അത് എങ്ങനെയാണ്? ഈ ഹൈഡ്രജന്റെ പുറകിൽ തന്നെ അല്ലേ വരുന്നത്? ഈ ഹൈഡ്രജന്റെ പുറകിൽ തന്നെ അല്ലേ അതിലുള്ള കാർബൺ ആറ്റം വരുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വരയ്ക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് തൊട്ടടുത്ത് ചേർന്ന് തന്നെ ഒരു ഹൈഡ്രജൻ വരയ്ക്കുന്നു. ഇതിനോട് തൊട്ടടുത്ത് ചേർന്ന് തന്നെ ഒരു ഹൈഡ്രജൻ വരയ്ക്കുന്നു. ഇതിനെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ ഒരു ഹൈഡ്രജൻ വരയ്ക്കുന്നു. ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷന്റെ എന്ത് ഫോം ആയത്? എക്ലിപ്സ്ഡ് ആണ്. എക്ലിപ്സ്ഡ്. ഓക്കെ ആണല്ലോ. സ്റ്റാഗേർഡ് വരയ്ക്കുമ്പോൾ ഫ്രണ്ടിലത്തെ കാർബൺ ആറ്റം ഇങ്ങനെ ഡോട്ട്, മൂന്ന് ഹൈഡ്രജൻ ആറ്റം, 1 2 3 ഹൈഡ്രജൻ ആറ്റം വരയ്ക്കുന്നു. എച്ച് എച്ച് എച്ച്. ബാക്കിലുള്ള കാർബൺ ആറ്റം നമ്മൾ ഒരു വലിയ സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഇനി എന്താ? അത് നേരെ കാല് മുകളിലും എന്താണ് തല താഴെയും വരും, ശരിയല്ലേ? അപ്പൊ തന്നെ അത് ഇങ്ങനെ വരും. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടോ, അതിൻ്റെത് 2 കാല് ഇതിന്റെ ഇവിടെ വരുന്നത്. അതിന്റെ 2 കാല് ഇതിന്റെ ഇവിടെയും ഇവിടെയും വരുന്നു. ഒരു കാല് എവിടെ വരുന്നു? മനസ്സിലായോ? ഇത് സ്റ്റാഗേർഡ്. ഡൗട്ട് ഉള്ളത് ചോദിക്കുക. ഇവിടെ എഴുതാം. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിനകത്തൊക്കെ ചിലപ്പോൾ എച്ച് കാണത്തില്ല. എച്ചിട്ടാൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ടെക്സ്റ്റിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ചിലര് പഠിക്കുമ്പോൾ അവിടെ ഒന്നും ഇടത്തില്ല കേട്ടോ. ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, വരച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എഴുതാൻ പോകുക സ്റ്റീരിയോ ഐസോമറസ്. ഹെഡിങ് എഴുതിയോ? സ്റ്റീരിയോ ഐസോമറസ്. സ്റ്റീരിയോ ഐസോമറസ്. സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുമ്പോൾ ജിയോമെട്രിക്കൽ ഐസോമറിസം, ജിയോമെട്രിക്കൽ
ജോമെട്രിക്കൽ ഐസോമെറിസം ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്. സ്റ്റീരിയോ ഐസോമെറിസത്തിനകത്ത് ഉള്ള ഒരു ഐസോമെറിസമാണ് എന്ത്? ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം എന്താണെന്ന് അറിയാമോ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ റൊട്ടേഷൻ മൂലം, ഇത് സിംഗിൾ ബോണ്ടിന്റെ റൊട്ടേഷൻ മൂലം ഉണ്ടാകല്ലേ. ഡബിൾ ബോണ്ട് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് എഴുതിക്കോ. ഞാനത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എഴുതിക്കോ. ദിസ് arising due to the restricted rotation about carbon double bond. There are two types of geometrical isomerism. Geometrical isomerism. Cis and trans. Cis isomerism and trans isomerism. Cis and trans isomerism. സിസും ട്രാൻസും എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐസോമേഴ്സ് in which identical atoms or groups are on the same side of the double bond are called cis isomer. അതായത് ഡബിൾ ബോണ്ടിന്റെ ഐസോമർ, അതായത് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന്റെ ബോണ്ട് വരുന്ന സ്ഥലം അല്ലെങ്കിൽ കാർബണിന്റെ ചുറ്റിനും ബോണ്ട് വരുന്ന സമയത്ത് ഒരേ സൈഡിൽ ഒരേ ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ സിസ് ഐസോമർ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഐഡന്റിക്കൽ ഐസോമേഴ്സ് identical atoms are on the opposite side of double bond. Then the isomer is said to be trans. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ തരാം. ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുവാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി പോകണം. ഡ്രോ എഴുതാത്തവരുണ്ടെങ്കിൽ പറയണേ, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പറയുക, വെയിറ്റ് ചെയ്യാം. ഉണ്ട്, എഴുതിക്കോ. കഴിഞ്ഞെങ്കിലും പറയണേ. അടുത്തതിനകത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കഴിഞ്ഞോ? നമ്മുടെ ആരായിരുന്നു ചോദിച്ചതിനോട്? ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, ഉറപ്പ്. ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമർ ഓഫ് ബ്യൂട്ട് 2e. ബ്യൂട്ട് 2e എന്ന് പറയുമ്പോൾ ആദ്യം എങ്ങനെ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. CH3
CH ഡബിൾ ബോണ്ട് CH. ഈ ഐസോമർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ എന്താക്കണം എന്ന് അറിയാമോ? ഇതിനെ ഇതിന്റെ സ്ട്രക്ചർ ഫോമിലോട്ട് മാറ്റണം. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിച്ചോണം. C ഡബിൾ ബോണ്ട് C. ഈ CL ഏതൊക്കെയുണ്ട്? ഈ CL ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഈ CL ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഈ CL ഒരു H ഉണ്ട്, ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ബോണ്ട് ശരിക്കും ഇത് ഇങ്ങനെയല്ലേ, അതായത് ഈ H വേണ്ടി ഇവിടെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ H എന്താ, ഈ H നമുക്ക് വേണ്ടി ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരയ്ക്കേണ്ടത്, ശരിയല്ലേ? അപ്പം ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ എത്ര പേരുണ്ട്? ഒരു CH3 ഉണ്ട്, ഒരു H ഉണ്ട്. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ഒരു C ഉണ്ട്, ഒരു H ഉണ്ട്, ഒരു CH3 ഉണ്ട്. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാ? CH3 സെയിം ആണ്, അതേപോലെ Hഉം രണ്ട് സൈഡിലും ഉണ്ട്. സെയിം ആൾക്കാർ സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്തെന്ന് പറയും? സിസ് ഐസോമർ എന്ന് പറയും. സെയിം ആൾക്കാർ ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അവരെ ട്രാൻസ് എന്ന് പറയും. നോക്കിക്കോ, നമുക്ക് ഒരു CH3 ഇതേണ്ട ഇവിടെ കൊടുക്കാം, അടുത്ത CH3 ഇവന്റെ CH3 ഇവിടെ കൊടുക്കാം, ഇവിടെ H കൊടുക്കാം, ഇവിടെ H കൊടുക്കാം. നോക്കിയേ, സെയിം ആൾക്കാർ സെയിം സൈഡിലല്ലേ വന്നത്, കണ്ടോ? H ഈ സൈഡിൽ വന്നു, CH3 ഈ സൈഡിൽ വന്നു. സെയിം ആൾക്കാർ സെയിം സൈഡിൽ വന്നാൽ ഇത് എന്താ ഐസോമറാ? സിസ് ബ്യൂട്ട് 2ഈൻ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. സിസ് ബ്യൂട്ട് 2ഈൻ എന്ന് എടുത്തെഴുതേണ്ടി വരും. ഓക്കെ, ഇനി നോക്കിയോ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അതേല് ഒരെണ്ണം CH3 ഇവിടെ, ഒരെണ്ണം CH3 ഇവിടെ, ഒരു H ഇവിടെ, കണ്ടോ? ഒരു H ഇവിടെ. ഇപ്പം സെയിം ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിലല്ലേ വന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇവരെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ് ബ്യൂട്ട് 2ഈൻ എന്ന് പറയും. സെറ്റാണോ? സെറ്റാണോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, മനസ്സിലാക്കിയിട്ടേ പോകാവൂ. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഡ്രോ ദ geometrical isomer of 1,2-dichloro ethene. എപ്പോഴും ആലോചിച്ചോണം, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കൺഫോർമേഷൻ കാണിക്കുന്ന ആൾക്കാർ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ ആണല്ലോ, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ ജോമെട്രിക്കൽ ഐസോമർ 1,2-ഡൈക്ലോറോ ഈഥീൻ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലായിക്കോണം, ഈഥീൻ എന്ന് പറയുമ്പോൾ എന്താ? 1,2-ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ എന്താ? ഈഥീൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ, ഈഥീൻ ഒരു ഡബിൾ ബോണ്ട്. ഡൈക്ലോറോ ഈഥീൻ എന്ന് പറയുമ്പോൾ എന്താ? ഇതിലും ഒരു ക്ലോറിൻ ഉണ്ട്, ഇതിലും ഒരു ക്ലോറിൻ ഉണ്ട്, പിന്നെ ബാക്കി ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇതിന്റെ സിസ് ട്രാൻസ് ഐസോമർ വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കുന്നത്? ഒന്നും നോക്കണ്ട, ഒരു കാർബൺ വരയ്ക്കുക, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇടുക, ഒരു ക്ലോറിൻ ഒരു സൈഡിൽ, ഇപ്പുറത്തെ ക്ലോറിൻ ആ സൈഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇവിടെയും ഇപ്പുറത്തെയും ഹൈഡ്രജൻ ഇവിടെ തന്നെ ഇട്ടാൽ ഇതെന്താ? ഇത് സിസ് ആണ്. ഇത് സിസ് 1,2-ഡൈക്ലോറോ ഈഥീൻ എന്ന് പറയും. അതേപോലെ C ഡബിൾ ബോണ്ട് C ഇട്ടു, ഒരു ക്ലോറിൻ ഇവിടെ ഇട്ടു, ഒരു ക്ലോറിൻ ഇവിടെ ഇട്ടു, ഒരു ഹൈഡ്രജൻ ഇവിടെ ഇട്ടു, ഒരു ഹൈഡ്രജൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ട്രാൻസ് 1,2-ഡൈക്ലോറോ ഈഥീൻ എന്ന് പറയും.
മനസ്സിലാകാത്തത് ചോദിക്കണം. അന്ന ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അന്ന, അന്നയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ക്രിസിൻ എങ്ങനെയുണ്ട്? ക്രിസിൻ മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ ആണ്. ശരി, ബാക്കി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് എടുത്ത് ചോദിച്ച് സമയം കളയുന്നില്ല. പാർവണയൊക്കെ ഓക്കെ ആണോ? പാർവണ, അനഘ ഒക്കെ ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ചാപ്റ്ററിലെ സെലക്ടഡ് ടോപ്പിക് ആണ് പഠിപ്പിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അതായത് ഓർഗാനിക് കെമിസ്ട്രിക്കകത്തെയും ഞാൻ പഠിപ്പിച്ച ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ഒരു വകയും എക്സ്ട്രാ പഠിക്കാൻ പോകണ്ട. അതേ ചോദിക്കുള്ളൂ. ഞാൻ ഫിൽട്ടർ ചെയ്താണ് പഠിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആൽക്കെയിൻസിനെ പറ്റി പഠിക്കണം, ആൽക്കൈൻസിനെ പറ്റി പഠിക്കണം. ആൽക്കെയിൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺഫോർമേഷനിലേക്ക് പോയത്. അത് കഴിഞ്ഞ് നമ്മളിപ്പം അതിന്റെ സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അത് നമ്മളും പഠിച്ചു. ഇനി നമുക്ക് എന്തിനെ പറ്റി പഠിക്കണം? ആൽക്കീനെ പറ്റി പഠിക്കണം. ആൽക്കീനെ പറ്റി പഠിക്കുമ്പോൾ ആൽക്കീന്റെ പ്രിപ്പറേഷനും പഠിക്കണം, ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിക്കണം. പിന്നെ ആൽക്കൈന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൽക്കൈന്റെ പ്രിപ്പറേഷൻ പഠിക്കണം, കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ ആണല്ലോ? അപ്പം അടുത്ത ഹെഡിങ് എഴുതേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. അടുത്ത ഹെഡിങ് എഴുതേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. എഴുതിക്കോളൂ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. ആൽക്കീനെ നമ്മൾ ആൽക്കേനെ എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു. അതേപോലെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് വുഡ്സ് റിയാക്ഷനിലൂടെ പ്രിപ്പയർ ചെയ്തു. മൂന്നാമത്തേത് മറ്റേ കോൾസ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ കൂടെ പ്രിപ്പയർ ചെയ്തു, അല്ലേ? അതേപോലെ തന്നെ ആൽക്കീൻസിനെ നമ്മൾ പറയാൻ പോവാണ് ഫ്രം ആൽക്കൈൻ. ഓൾറെഡി നമ്മൾ പഠിച്ചതാ, ഓർക്കുന്നുണ്ടോ? ട്രിപ്പിൾ ബോണ്ടിനകത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക? ഡബിൾ ബോണ്ടഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്താലാണ് സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നത്. അത് നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് വരച്ച് പഠിപ്പിച്ചതാണ്. ആ റിയാക്ഷൻ ഇവിടോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പം എന്താണ്? ആൽക്കൈനകത്ത് ആൽക്കീൻ ഉണ്ടാവും. അപ്പം then ഇങ്ങനെ എഴുതാൻ പോകുന്നത് എഴുതിക്കോളൂ. ആൽക്കൈൻസ് undergoes partial reduction with dihydrogen in presence of palladium മറ്റേത് തന്നെ, വേറെ ഒന്നുമില്ല. പലേഡിയം ചാർക്കോൾ അല്ല, പലഡൈസ്ഡ് ചാർക്കോൾ. അത് തന്നെ. പലഡൈസ്ഡ് ചാർക്കോൾ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ പല്ലഡൈസ്ഡ് ചാർക്കോൾ എന്ന് പറയുമ്പോൾ ചാർക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കും കരിയാ, കാർബൺ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ആ കാർബണിന്റെ കൂടെയാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? അതായത് പലഡൈസ്ഡ് ചാർക്കോൾ എന്ന് പറയുമ്പോൾ അതൊരു കാറ്റലിസ്റ്റ് ആണെന്ന് മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? പല്ലഡൈസ്ഡ് ചാർക്കോൾ partially deactivated with sulfur compound. sulfur compound or quinol എന്നൊരു കോമ്പൗണ്ട് ആണ്. ക്വിനോൾ give alkene. ഈ വേർഡിങ്സ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾ റിയാക്ഷൻ എന്ത് എഴുതിയാണ്? ഈ വേർഡിങ്സ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടെന്ന് പറയുമ്പോൾ
CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് നമ്മുടെ ആൽക്കൈൻ. ഇതിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിന്റെ പ്രസൻസിലാണ്? ആ പല്ലഡൈസ്ഡ് ചാർക്കോൾ, അതായത് പലേഡിയം ഓൺ ചാർക്കോൾ, അതായത് PD എന്നും കൊടുത്താൽ മതി. PD വിത്ത് കാർബൺ, അതാണ് പല്ലഡൈസ്ഡ് ചാർക്കോൾ. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനകത്ത് ഒരു ഹൈഡ്രജൻ then ഇവിടെ ആഡ് ചെയ്യും, ഒരു ഹൈഡ്രജൻ then ഇവിടെ ആഡ് ചെയ്യും. ഈ ഒരു ബോണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യും? അപ്പൊ നോക്കിയോ, ഇവിടെ എങ്ങനെ വരും? ഇവിടെ ഒരു CH, ഇവിടെ ഒരു ഇത് വരും, ഡബിൾ ബോണ്ട് വരുന്നു. ഇവിടെ ഒരു CH ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു H വരുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? ഇതല്ലേ നമ്മുടെ ഈഥീന്? ഇത് നമ്മുടെ ഈതൈന്. അപ്പൊ ഈതൈനിൽ നിന്ന് ഈഥീൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കുന്നത്. തെറ്റാണോ? തെറ്റാണോ? ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിയാക്ഷൻ നോക്കിയോ. പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കുന്നത്. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഇതിനകത്ത് ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. PD on C. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനകത്തെ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ അങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഇതിനകത്ത് ഒരു ഹൈഡ്രജൻ ആ പൊട്ടിച്ച ഒരു കാർബണിലും മറ്റേത് ഇപ്പുറത്തെ കാർബണിലും വന്നു വരും. അപ്പൊ നോക്കിയോ, ഇവിടെ ഉണ്ടാകുന്നത് CH3, ഇവിടെ CA ഓൾറെഡി ഒരു ഹൈഡ്രജൻ വന്ന് ഇവിടെ ചേർന്നു. അപ്പം ഇത് ഡബിൾ ബോണ്ട് ആവുന്നു. വീണ്ടും ഒരു ഹൈഡ്രജൻ വന്ന് ഇവിടെ ചേർന്നു. ഇത് ഒരു ഡബിൾ ബോണ്ട്, അല്ല മറ്റേ ഹൈഡ്രജൻ വന്ന് ഇവിടെ ചേർന്നു. പിന്നെന്താ? സിംഗിൾ ബോണ്ട് CH3. കേട്ടോ, ഇത് ബ്യൂട്ടൈൻ ആണ്, ഇത് ബ്യൂട്ടീൻ ആണ്. ഓക്കെ ആണോ? ഇനി എഴുതിയില്ലെങ്കിൽ പറയണേ, എഴുതിയില്ലെങ്കിൽ പറയണം. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഇനി അടുത്തത് രണ്ടാമത്തേത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അതും ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടായിരുന്നല്ലോ. ആൽക്കൈൽ ഹാലൈഡ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. എന്നിട്ട് എഴുതേണ്ടത് ആൽക്കൈൽ ഹാലൈഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ് eliminate 1 molecule മോൾ എന്ന് എഴുതിയാൽ മതി. 1 മോൾ ഹൈഡ്രജൻ ഹാലൈഡ് ടു ഫോം ആൽക്കീൻ. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൈഡ്രജനും ഹാലജനും വരുന്നത്. അത് HCl ആവാം, HBr ആവാം, HF ആവാം, HI ആവാം. കാരണം എഫും ഐയും സിഎലും ബിആറും എല്ലാം എന്താ? ഹാലജന. അതിൻ്റെ കൂടെ ഹൈഡ്രജൻ വരുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പം ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് പൊട്ടാഷുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും റിമൂവ് ആവും. അപ്പോൾ അത് ഡബിൾ ബോണ്ടായിട്ട് മാറും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഈ റിയാക്ഷൻ ഹൈഡ്രജൻ ഹാലൈഡിനല്ലേ റിമൂവ് ചെയ്യുന്നത്? ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻ എന്തായിരുന്നു പറഞ്ഞത്? ഡീഹൈഡ്രോജനേഷൻ എന്നാണ് പറഞ്ഞത്. വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻ എന്താ? ഡീഹൈഡ്രേഷൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷനെ ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പൊ ഈ റിയാക്ഷനെ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്നും പറയും. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ known as ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ഇനിയും അതേപോലെ തന്നെ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, വേറൊരു പേരുകൂടെ ഉണ്ട്, ആസ് ബീറ്റ എലിമിനേഷൻ എന്നും പറയും. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ നോക്കിയേ, CH3 CH2 Br H H H H H. ഇതാണല്ലോ ആൽക്കൈൽ ഹാലൈഡ്. ഇവന്റെ പേരെന്താ? ഈഥൈൽ ബ്രോമൈഡ്.
ഈത്തൈൽ ബ്രോമൈഡ് എന്നാണ് ഇതിന്റെ പേര്, ബ്രോമൈഡ് അല്ലെങ്കിൽ ബ്രോമോ ഈഥൈൻ, ബ്രോമോ ഈഥൈൻ എന്ന് പറയാം. ഈഥൈൻ ഇവന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ ഇരിക്കും? CH3 CH2 Br എന്നിരിക്കും. ഓക്കെ, ഇതിനകത്തോട്ട് സിംപിളി ആൽക്കഹോളിക് KOH ആഡ് ചെയ്യും. അപ്പൊ നോക്കിയോ, ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും. അപ്പൊ നോക്കിയേ, എപ്പോഴും ആലോചിച്ചോണം, ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന്റെ പേര് ആൽഫ കാർബൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണെ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് വിളിക്കുന്നത്. ആ ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിനെ ബീറ്റ കാർബൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ എന്നും പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണെന്നറിയോ? ബീറ്റ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനും ആൽഫ കാർബണിൽ നിന്നും ഒരു ബ്രോമിനുമാണ് പോകുന്നത്. നമുക്ക് ആരെയൊക്കെയാണ് കളയണ്ടേ? ഹൈഡ്രജൻ ഹാലൈഡിനെയാണ് കളയേണ്ടത്. അതായത് എച്ചിനെയും പിന്നെ ഹാലജനെയാണ് കളയേണ്ടത്. എച്ച് പോകുന്നത് ബീറ്റ കാർബണിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ ഹാലൈഡ് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അതിനെ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇവിടെ നിന്ന് നമുക്ക് ഇവനെ കളയാം, ഇവിടെ നിന്ന് ഇവനെയും കളയാം. അപ്പൊ ബാക്കി എന്താ വരുന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇവിടെ ഒരു സി, ഇതേലൊരു എച്ച്, ഇവിടെ ഒരു എച്ച് ആണോ? പിന്നെ ഇവിടെ ഒരു സി, ഇവിടെ ഒരു എച്ച്, താഴെ ഒരു എച്ച് ആണോ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് വരും? എന്ത് വന്നേലേ പറ്റത്തുള്ളൂ. ഈ കാർബണിന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്. ഇനിയിപ്പോ എത്ര കൂടെ വരണം? ഒരെണ്ണം കൂടെ വന്നാൽ 3 എണ്ണം അല്ലേ ആകത്തുള്ളൂ. അപ്പൊ പിന്നെ എത്ര കൂടെ വരണം? എടേ, ഈ കാർബണിന് ചുറ്റിനും എത്ര ഉണ്ടെന്ന്? മൊത്തം 2 എണ്ണം. അപ്പൊ ഇനി എത്ര കൂടെ വരണം? എടേ, ഈ കാർബണിന് ചുറ്റിനും ഇപ്പൊ ആരും ഇല്ല. ഇനിയിപ്പം അപ്പൊ ഇനിയിപ്പോ എത്ര കൂടെ? ഇനി 2 എണ്ണം കൂടെ വരണം. കണ്ടോ? അപ്പൊ നമ്മൾ ആരെ ഉണ്ടാക്കുന്ന റിയാക്ഷനാ പഠിച്ചത്? ആൽക്കീൻസിനെ ഉണ്ടാക്കുന്നേ. അപ്പൊ ആൽക്കീൻസ് ഉണ്ടായില്ലേ? ഇല്ലേ? അപ്പൊ ഇവന്റെ പേര് ഈത്തീൻ എന്നാണ്. അപ്പൊ ഇത് ബീറ്റ. ഇപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ആൽഫ കാർബണിൽ നിന്ന് തന്നെ ഹൈഡ്രജനെ ഹാലൈഡിനെയും കളയല്ലേ. ഹൈഡ്രജനെ കളയുന്നത് ബീറ്റ കാർബണിൽ നിന്നും, ഹാലജനെ കളയുന്നത് ആൽഫ കാർബണിൽ നിന്നും ആയിരിക്കണം. ഇത് മറ്റേ രീതിയിൽ എഴുതുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ CH2 സിംഗിൾ ബോണ്ട് CH2. പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ എഴുതണം. എന്താ? ഇവിടെ നിന്ന് പോയ ഇതിനകത്തപ്പോ എന്ത് കാണും? ഇവിടെ നിന്ന് പോയ ആള് കണ്ടോ, HBr. കണ്ടോ, HBr സെപ്പറേറ്റ് ആവും. അതുകൂടെ എഴുതണം. പ്ലസ് HBr. 2 രീതിയിലും എഴുതാം. ഓക്കെ ആണോ? ഇനി എത്രണ്ണം വന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആൽഫ കാർബണും ബീറ്റ കാർബണും എടുത്തോണം. ആൽഫ കാർബണിൽ നിന്ന് ഹാലജനെയും ബീറ്റ കാർബണിൽ നിന്ന് വേണം ഹൈഡ്രജനെ കളയാൻ. ഇപ്പം എന്താണ് ബ്രോമോ പ്രൊപ്പൈൻ വന്നെന്ന് പറഞ്ഞാലും അവിടെ ആൽഫയും ബീറ്റയും നോക്കിയിട്ട് അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഹൈഡ്രജനെ കളയാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമുക്ക് വേണം അതും കൂടെ ഒന്ന് എഴുതിക്കാൻ നോക്കിയേ. CH3 CH2 CH2 Br. ഇതിനകത്തോട്ട് ആൽക്കഹോളിക് KOH ഇട്ടാലോ? നോക്കിയേ, ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. അപ്പൊ കളയുമ്പോൾ ഇതിൽ നിന്നൊരു ഹൈഡ്രജനും ഇതിൽ നിന്നൊരു ഹാലജനും കളയണം. അപ്പൊ ബോണ്ട് എവിടെ വരുന്നത്? ബോണ്ട് തന്നെ ഇതിന്റെ ഇടയ്ക്കാണ്. നോക്കി, ഇങ്ങനെ വരും. CH3 CH, ഒരു ഹൈഡ്രജൻ പോയി, CH ഡബിൾ ബോണ്ട് CH2. കണ്ടോ? ഇത് ബ്രോമോ പ്രൊപ്പൈൻ ആണ്. അതേപോലെ ഇത് പ്രോപ്പീനാണ്. അത് മനസ്സിലായോ? ഈ കാർബണിൽ നിന്ന് ഈ ബ്രോമിനെ കളയുകയും ഈ കാർബണിൽ നിന്ന് ഇതിനകത്ത് ഒരു ഹൈഡ്രജനെ കളയുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കി, അത് വേണമെങ്കിൽ വിടർത്തിയും കൂടെ വരച്ച് കാണിക്കാം. നോക്കിക്കോളൂ, വിടർത്തി വരച്ച് കാണിക്കാം. CH3 CH2 CH2 Br. H. ഇതിനകത്തോട്ട് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യാണ്. നോക്കിയേ, എന്താ പോകുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും. ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ബീറ്റ കാർബണിൽ നിന്നൊരു ഹൈഡ്രജനും ആൽഫ കാർബണിൽ നിന്നും ബ്രോമിനും പോയി. അപ്പൊ ബാക്കി ഇതേൽ എത്ര ഉണ്ട്? ഇതേല് CH3 അതേപോലെ തന്നെ ഉണ്ട് ഇല്ലേ? അത് അനക്കമില്ല. പിന്നെന്താ? അടുത്ത കാർബണിൽ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ബ്രോമിൻ പോയി. അപ്പൊ എന്തായാലും ഇനി ഇതിനിടയ്ക്ക് എന്ത് വന്നേ പറ്റത്തുള്ളൂ? ഡബിൾ ബോണ്ട് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. കണ്ടോ? ഇങ്ങനെ സെറ്റാണല്ലോ. അറിയത്തില്ലെങ്കിൽ ചോദിക്കണം, മനസ്സിലായില്ലേ ചോദിക്കാം. മൂന്നാമത്തേത് ഫ്രം ആൽക്കഹോൾ.
മൂന്നാമത്തേത് ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോകാർബണിനകത്ത് OH ഗ്രൂപ്പ് വരുന്നതിനാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എഴുതേണ്ടത് ആൽക്കഹോൾ വെൻ heated with concentrated H2SO4 undergo dehydration എന്ന് പറഞ്ഞാൽ എന്താ? എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. ഇതും ബീറ്റ എലിമിനേഷൻ തന്നെയാണ്. ടു ഫോം ആൽക്കീൻ. This reaction is also called beta elimination. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതാം. നോക്കിക്കോളൂ. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. CH3CH2OH ഇതൊരു ആൽക്കഹോൾ അല്ലേ? ഇവന്റെ പേരെന്താ? എഥനോൾ എന്ന്. ഓക്കെ. ഇതിനകത്തോട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുക. കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. വാട്ടർ മോളിക്യൂളിനെ കളയും. വാട്ടറിനകത്ത് ഏതൊക്കെ മോളിക്യൂൾ ഉണ്ട്? ഒരു H ഉണ്ട്, ഒരു OH ഉണ്ട്. അപ്പൊ നോക്കി, ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ആൽഫ കാർബണിൽ നിന്ന് ഒരു OH നെയും ബീറ്റ കാർബണിൽ നിന്ന് ഒരു H നെയും കളയും, നേരത്തെ പോലെ തന്നെ. അപ്പൊ എന്തുണ്ടാവും? പിന്നെ ഇവിടെ ഒരു CH2, ഇവിടെ പിന്നെ H കണ്ടോ? അപ്പൊ പിന്നെ എന്ത് വരും? ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറി? ഈഥീൻ, ആൽക്കീൻ ഫോം ചെയ്തു. ആൽക്കഹോളിൽ നിന്ന് ആൽക്കീൻ. തെറ്റാണോ? പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അവര് ഇങ്ങനെ എഴുതത്തില്ല, കണ്ടക്സ്റ്റ് ആക്കി എഴുതത്തുള്ളൂ. എന്താ CH3 CH2OH എന്ന് പറഞ്ഞാൽ എഴുതുള്ളൂ. അപ്പൊ മനസ്സിലാക്കിക്കോണം. റിയേജന്റ് വെച്ച് നോക്കുമ്പോഴാണ്, റിയേജന്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആൽക്കഹോളിക് പൊട്ടാഷ് ആണെങ്കിൽ അവിടെ ബീറ്റ എലിമിനേഷൻ, ഡീഹൈഡ്രോ അലജനേഷൻ. ഇത് കോൺസെൻട്രേറ്റഡ് H2SO4 ആണെങ്കിൽ അവിടെ എലിമിനേഷൻ, വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടം കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീനും പിന്നെ ഇനിയും ആൽക്കൈൻ്റെ പ്രിപ്പറേഷനും ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. മേ ബി അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ തീരുമായിരിക്കും. മാക്സിമം നോക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടെ.